എല്ലാ ദിവസവും അതിരാവിലെ ദൈവത്തിൻ്റെ തിരുവചനം ഭാഗ്യവചനധാരയായി നിങ്ങളിലേക്ക് ഒഴുകിയിറങ്ങുന്നു. ഭാഗ്യവചനധാര എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന തിരുവചന സന്ദേശങ്ങൾ യഥാസമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഭാഗ്യവചനധാര ശുശ്രൂഷയിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരുവൻ ക്രിസ്തുവിലാകുക എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിലുള്ള അവബോധത്തിലേക്ക് ഉണരുക എന്നാണ് അർത്ഥം. നൂറ്റാണ്ടുകളായി ഇരുട്ട് വാണരുളുന്ന ഒരു ഗുഹ അന്തരീക്ഷത്തിലാണെങ്കിലും ഒരു മെഴുകുതിരി നാളം അവിടെ തെളിയിച്ചാൽ ഇരുട്ടിൻ്റെ ദീർഘായുസ്സിനെ നിഷ്കാസനം ചെയ്ത് വെളിച്ചത്തിൻ്റെ പ്രവേശനോത്സവം അവിടെ നടക്കും. മഹാകവി കുമാരനാശാൻ പാടിയതുപോലെ ലോലമാം ക്ഷണമേ വേണ്ടു ബോധമുള്ളിൽ ജ്വലിപ്പാനും മാലണയ്ക്കും തമസ്സാകെ നീങ്ങിപ്പോകുവാനും. ഒരുവൻ ക്രിസ്തുവിലാകുക എന്ന് പറഞ്ഞാൽ അവബോധത്തിലേക്ക് ഉണരുക എന്നാണ് അർത്ഥം. അവബോധത്തിലേക്ക് ഉണരാത്തവൻ ക്രിസ്തുവിൻ്റെ സ്ഥാനപതിയാകുകയില്ല. 2 കൊരിന്ത്യർ 5:10 ആകയാൽ ഞങ്ങൾ ക്രിസ്തുവിന് വേണ്ടി സ്ഥാനപതികളായി ദൈവത്തോട് നിരന്നുകൊള്ളുവിൻ എന്ന് ക്രിസ്തുവിന് പകരം അപേക്ഷിക്കുന്നു. അത് ദൈവം ഞങ്ങൾ മുഖാന്തരം പ്രബോധിപ്പിക്കുന്നത് പോലെയാകുന്നു. നിരപ്പ് ഒരനുരഞ്ജനം മാത്രമല്ല, അതൊരു സാക്ഷ്യം കൂടിയാണ്. ക്രിസ്തുവുമായി നിരപ്പ് വന്നയാൾ ക്രിസ്തുവിൻ്റെ സാക്ഷ്യമായിരിക്കും. ക്രിസ്തുവിൻ്റെ സ്ഥാനപതിയായി നിർവഹിക്കുക. കുരിശിൻ്റെ വഴികളിലൂടെ സഞ്ചരിച്ചാണ് ക്രിസ്തുവിൻ്റെ സ്ഥാനാപതി സാക്ഷ്യം നിർവഹിക്കേണ്ടത്. ഒരു സ്നേഹത്തിൻ്റെയും സഹനത്തിൻ്റെയും മാർഗമാണത്. യേശു തൻ്റെ പരസ്യ ശുശ്രൂഷയുടെ ആരംഭത്തിൽ നസ്രയത്തിലെ പള്ളിയിൽ ചെന്ന് വായിച്ചത് യെശയ്യാവിൻ്റെ പ്രവചനത്തിലെ ഒരു ഭാഗമായിരുന്നു. ഒരു സ്ഥാനപതിയുടെ അഭിഷേകവും അധികാരവും നിയോഗവും എന്തെന്ന് കർത്താവ് അതിലൂടെ പ്രഖ്യാപിച്ചു. ദരിദ്രന്മാരുടെ സുവിശേഷം അറിയിപ്പാൻ കർത്താവിനെ അഭിഷേകം ചെയ്യുകയാൽ അവൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടുവിച്ചയപ്പാനും കർത്താവിൻ്റെ പ്രസാദവർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു എന്ന ഭാഗം യേശുദമ്പുരാൻ വായിച്ച് തൻ്റെ ന്യായപ്രഖ്യാപനം നടത്തുകയാണ്. ക്രിസ്തുവിൻ്റെ സ്ഥാനപതികളുടെ അഭിഷേകവും കർത്താവിൽ നിന്ന് ലഭിക്കുന്നതാണ്. അതൊരു മുറിവുണക്കുന്ന ശുശ്രൂഷയാണ്. അതൊരു വിടുതലിൻ്റെ ശുശ്രൂഷയാണ്. അതൊരു വിമോചനത്തിൻ്റെ ശുശ്രൂഷയാണ്. അതൊരു സ്വാന്തനത്തിൻ്റെ ശുശ്രൂഷയാണ്. സ്ഥാനാപതികളെ മുന്നോട്ട് നയിക്കേണ്ടത് സ്ഥാനമോഹങ്ങളല്ല, ക്രിസ്തുവിനോടുള്ള പ്രതിബദ്ധതയാണ്. ഇന്ന് സഭയും സമൂഹവും അഭിമുഖീകരിക്കുന്ന പ്രധാന ദുരന്തം സ്ഥാനപതികളുടെ എണ്ണം കുറഞ്ഞു വരികയും സ്ഥാനമോഹികളുടെ എണ്ണം കൂടി വരികയും ചെയ്യുക എന്നതാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, നിന്റെ സ്ഥാനപതിയായി തീരുവാൻ എന്നിലുള്ള എല്ലാ സ്ഥാനമോഹങ്ങളുടെ ആസക്തികളെയും അവിടുന്ന് ദൂരീകരിക്കണമേ. ആമേൻ.